നോർത്ത് പറവൂർ നഗരസഭ മുസ്രീസ് ലൈബ്രറിയുടെ പ്രതിമാസ സാഹിത്യ സദസ്സും PN പണിക്കർ അനുസ്മരണ വായനാ ദിനവും സാഹിത്യ പ്രതിഭകളെ ആദരിക്കലും നഗരസഭ ലൈബ്രറി ഹാളിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർമാൻ രമേശ് ടി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു കണക്ക് നോക്കിയപ്പോൾ 1 ലക്ഷം കോടി രൂപയുടെ പുസ്തകങ്ങളാണ് ഇന്ത്യയിൽ വിറ്റത്. തിരിച്ചൊന്നും കൂടി നോക്കി കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്, 90,000 ലക്ഷം പോകുന്നത് വേരുകളും പുസ്തകങ്ങളും പഠിക്കാനുള്ള പുസ്തകമാണ്. 5%, 10% താല്പര്യത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു അവസ്ഥയാണ് നമ്മുടെ. പക്ഷെ ആ 10% കൂടുതൽ എഴുത്തുകാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പുസ്തകങ്ങളും നിരവധി കാര്യങ്ങളും പുസ്തകത്തിലൂടെയാണ് നമ്മളൊരു നാടിന്റെ സമൃദ്ധിതനമാണ്. ആ നാടിന്റെ സംസ്കാരത്തെക്കാൾ ഉപരി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും മറ്റൊരാളുടെ മനസ്സിലേക്ക് കയറിച്ചേരുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് നമ്മുടെ കുട്ടികളൊക്കെ, പുതിയ തലമുറയിൽ കുട്ടികളൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അറിവിന്റെ ലോകത്തിലേക്ക് എത്തി. നഗരസഭ സ്ഥിരം കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ രവീന്ദ്രൻ അധ്യക്ഷയായി. സന്തോഷമുണ്ട്. വളരെയേറെ സാറിനെ പോലുള്ള ആളുകളെ ആദരിക്കുന്നു. 5 പേരെ ഇവിടെ ആദരിക്കുന്നുണ്ട്. എല്ലാവരും പ്രിയപ്പെട്ട എഴുത്തുകാരാണ്, നമ്മളെല്ലാവരും അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷം. വളർന്നു വരുന്ന തലമുറകളിൽ ഇല്ലാത്തൊരു കാര്യമാണ് വായനാശീലം. കൊച്ചുകുട്ടികൾക്കൊന്നും ഇപ്പം വായിക്കാനുള്ള ഒരു ശ്രദ്ധയില്ല. അവരെന്തായാലും മൊബൈലിൽ നോക്കിയാണ് ഒരു കഥ നടത്തുന്നത്, ഒരു നീക്കം, അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. നമ്മളെ പണ്ടുകാലങ്ങളിലുള്ള വായനാശീലം പുതിയതായിട്ട് കൊണ്ടുവരാൻ നമ്മളെ മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കണം. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ NM പിയേഴ്സൺ മാസ്റ്റർ പ്രഭാഷണം നടത്തി. വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു സമൂഹത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള അത്യാഹിതങ്ങളെ മുൻകൂട്ടി കാണാൻ പ്രവചന സ്വഭാവത്തോടുകൂടി അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് ആർക്ക് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എഴുത്തുകാർക്ക്. നമ്മൾ പലതരത്തിലുള്ള അത്യാഹിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ അത്യാഹിതത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നമ്മുടെ സമൂഹത്തിന് നൽകുക എന്ന ഏറ്റവും ഉത്തരവാദിത്വപൂർവമായിട്ടുള്ള പ്രവൃത്തി നിർവഹിക്കുന്നവരാണ് എഴുത്തുകാർ. എഴുത്തുകാരൻ സോക്രട്ടീസ് K. വാലത്ത് തുടങ്ങി പറവൂരിലെ എഴുത്തുകാരെ പൊന്നാടയിട്ട് ആദരിച്ചു. ഡോക്ടർ Bring me into golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire. Like a wildfire. നഗരസഭാ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ KG ഹരിദാസൻ, പ്രതിപക്ഷ കൗൺസിൽ ലീഡർ CA രാജീവ്, കൗൺസിലർ K. രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയിൽ നിന്നും കൂടുതൽ പുസ്തകമെടുത്ത് വായിച്ചവരെയും വായനശാലയിൽ മുടങ്ങാതെ വരുന്നവരെയും ആദരിക്കുകയുണ്ടായി. നഗരസഭാ കൗൺസിലർമാർ, സാഹിത്യകാരന്മാർ, വായനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.